friends, myself Jitin and welcome to Pulse of the Present series by IAS Hub. In today's session, we are going to discuss about Kulashegara spaceport, the second spaceport of India that is going to come in Tamil Nadu. Okay, so as you all know, on the 28th of February 2024, the Honorable Prime Minister of India, Sri Narendra Modi, remotely laid the foundation stone for India's second spaceport at Kulashegara in Thoothukudi district of Tamil Nadu. സോ വൈ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു പ്രൊജക്റ്റ് രണ്ടാമതൊരു സ്പേസ് പോർട്ട്? രണ്ടാമതൊരു സ്പേസ് പോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് ഓൾറെഡി മറ്റൊരു സ്പേസ് പോർട്ട് ഉണ്ട്, സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിലെ ഒരു കോസ്റ്റൽ ഐലൻഡ് ആയിട്ടുള്ള ശ്രീഹരിക്കോട്ടയാണ് നമ്മുടെ സ്പേസ് പോർട്ട്, പ്രൈമറി സ്പേസ് പോർട്ട്. സോ അതിന്റെ കൂടെ അതിനെ ഓഗ്മെന്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ രണ്ടാമതൊരു സ്പേസ് പോർട്ട് കൊണ്ടുവരാൻ പോവാണ്. ഒരു അറൌണ്ട് 1000 crores ഒരു പ്രസ്റ്റീജിയസ് പ്രൊജക്ടിനാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി 28 നമ്മുടെ പ്രധാനമന്ത്രി ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ ഒരു ഇവന്റിന് ശേഷം നമ്മുടെ ISROയുടെ ചെയർമാൻ ആയിട്ടുള്ള ശ്രീ S. സോംനാഥ് പറഞ്ഞത് ഇത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ആക്ടിവിറ്റീസിലെ ഒരു ഹിസ്റ്റോറിക് മൊമെന്റ് ആണ്. ഓക്കെ, ഒന്നിലധികം സ്പേസ് പോർട്ടുകളുള്ള ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ആര് കൂടെ വരാൻ പോകുന്ന ഒരു ദിവസമാണ്, ഇന്ത്യ കൂടെ വരാൻ പോകുന്ന ഒരു മൊമെന്റ് ആണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ISROയുടെ ചെയർമാൻ ആയിട്ടുള്ള ശ്രീ S. സോംനാഥ് ആ ദിവസം പറയുകയുണ്ടായത്. ഓക്കെ, ഈ ഒരു ഇവന്റിന്റെ അവിടെ നമ്മൾ ചുമ്മാ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്ത് എല്ലാവരും അങ്ങ് പോകുന്ന സ്ഥിരം കാഴ്ചയല്ല നമ്മൾ ഈ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് കണ്ടത്. നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ഒരു റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, സ്പേസ് പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റോക്കറ്റ്സ് ലോഞ്ച് ചെയ്യാനുള്ള ഒരു സ്റ്റേഷനാണ് ബേസിക്കലി സ്പേസ് പോർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്പേസ് പോർട്ടിന് ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്യുന്ന അതേ ദിവസം തന്നെ അവിടെ വെച്ചിട്ട് നമ്മളൊരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന കാഴ്ചയും കൂടെ കാണുകയുണ്ടായി. RH-200 എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സൗണ്ടിങ് റോക്കറ്റ് ഉണ്ട്. രോഹിണി സീരീസിൽപ്പെട്ട ഒരു സൗണ്ടിങ് റോക്കറ്റ് നമ്മൾ എന്ത് ചെയ്തു, ഈ ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് ഫെസിലിറ്റിയിൽ വെച്ചിട്ട് കുലശേഖരണ പട്ടത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ലോഞ്ച് ചെയ്യുകയുണ്ടായി. ഓക്കെ, നമ്മുടെ തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, VSSC തുമ്പ. ഓക്കെ, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ആണ് ഇതിനാവശ്യമായിട്ടുള്ള റോക്കറ്റും അതിനകത്തുള്ള മെറ്റീരിയോളജിക്കൽ പേലോഡും എല്ലാം പ്രൊവൈഡ് ചെയ്തത്. ബട്ട് അറ്റ് ദ സെയിം ടൈം സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ് ഇത് ലോഞ്ച് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലോഞ്ച് ഫെസിലിറ്റീസും മറ്റ് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുകയുണ്ടായിരുന്നത്. സോ നമുക്ക് ഈ ഒരു ന്യൂസിന്റെ ഭാഗമായിട്ട് രണ്ട് കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഒന്ന്, എന്താണ് നമ്മുടെ സ്പേസ് പോർട്ട്? ഓക്കെ, നമ്മുടെ എക്സിസ്റ്റിംഗ് സ്പേസ് പോർട്ട് എന്താണ്, ഈ പുതിയ സ്പേസ് പോർട്ട് എന്താണ്, ഈ പുതിയ സ്പേസ് പോർട്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അത് ഇന്ത്യക്ക് തരാൻ പോകുന്ന ബെനിഫിറ്റുകൾ എന്താണ്. രണ്ട്, ഈ ഒരു സൗണ്ടിങ് റോക്കറ്റുകൾ. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇന്ത്യക്ക് ഒരുപാട് സൗണ്ടിങ് റോക്കറ്റുകൾ ഉണ്ട്. സോ ആ കാര്യങ്ങൾ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടോപ്പിക്കിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ സൗണ്ടിങ് റോക്കറ്റുകളെ കുറിച്ച് നോക്കാം. സോ വാട്ട് ഈസ് എ സൗണ്ടിങ് റോക്കറ്റ്? വാട്ട് എക്സാക്ട്ലി ഈസ് എ സൗണ്ടിങ് റോക്കറ്റ്സ്? Sounding rockets are 1 or 2 staged solid propelled rockets used for studying upper atmospheric regions. നമ്മുടെ അപ്പർ അറ്റ്മോസ്ഫിയറിക് റീജിയൻസ്, നോട്ട് എക്സാക്ട്ലി ഔട്ടർ സ്പേസ്. നമുക്കറിയാം ഔട്ടർ സ്പേസ് എന്ന് പറയുന്നത് അറൌണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എർത്തിന്റെ സർഫസിൽ നിന്ന് 100 kilometers ബിയോണ്ട് വരുന്ന റീജിയനെയാണ്, ആഫ്റ്റർ കാർബൺ ലൈൻ വരുന്ന റീജിയൻസിനെയാണ് നമ്മൾ ഔട്ടർ സ്പേസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, പക്ഷേ ഔട്ടർ സ്പേസിലേക്ക് പോവാതെ വിത്തിൻ നമ്മുടെ അപ്പർ അറ്റ്മോസ്ഫിയറിക് റീജിയൻസിനെ കുറിച്ച് പഠനം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന 2 or 1 staged സോളിഡ് പ്രൊപ്പൽഡ് റോക്കറ്റുകളെയാണ് നമ്മൾ സൗണ്ടിങ് റോക്കറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, രണ്ടാമത് ഒരു കാര്യം കൂടെ സൗണ്ടിങ് റോക്കറ്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ ഒറിജിനൽ റോക്കറ്റുകൾക്കകത്ത്, നമ്മുടെ വലിയ വലിയ റോക്കറ്റുകൾക്കകത്ത് ലൈക്ക് GSLV, PSLV ഇങ്ങനെയുള്ള റോക്കറ്റുകൾക്കകത്ത് ഉപയോഗിക്കാൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പുതിയ ടെക്നോളജീസ്, ആ ടെക്നോളജീസിന്റെ ഡെമോൺസ്ട്രേഷൻ കൂടെ നമ്മൾ എന്തിൽ നടത്താറുണ്ട്, ഇങ്ങനെയുള്ള സൗണ്ടിങ് റോക്കറ്റുകളിൽ നടത്താറുണ്ട്. ഓക്കെ, സോ നമ്മുടെ സൗണ്ടിങ് റോക്കറ്റുകളുടെ മാത്രമല്ല, ഇന്ത്യയുടെ സ്പേസ് ജേർണി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1963 ടു ബി പ്രിസൈസ് ഓൺ 21st November 1963. 21st November 1963 തുമ്പ. ഓക്കെ, തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, അഗെയിൻ നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്തുള്ള തുമ്പയിൽ ഒരു റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഒരു അമേരിക്കൻ മെയ്ഡ് അപ്പാച്ചി റോക്കറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ലോഞ്ച് ചെയ്യുന്നു. ആ ലോഞ്ചാണ് ആക്ച്വലി ഇന്ത്യൻ സ്പേസ് ആക്ടിവിറ്റീസിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു ലോഞ്ചായിട്ട് പിന്നീട് മാറുന്നത്. ബട്ട് 1975 നമ്മൾ എല്ലാ
സൗണ്ടിങ് റോക്കറ്റ് പ്രോഗ്രാമുകളും രോഹിണി സൗണ്ടിങ് റോക്കറ്റ് RSR രോഹിണി സൗണ്ടിങ് റോക്കറ്റ് പ്രോഗ്രാം എന്ന ഒരു സീരീസിലേക്ക് മാറ്റുകയുണ്ടായി. ഞാൻ പറഞ്ഞു തുടക്കത്തിൽ നമ്മൾ ലോഞ്ച് ചെയ്തതെല്ലാം അമേരിക്കൻ മെയ്ഡ് റോക്കറ്റുകളായിരുന്നു. അതിനുശേഷം ഇന്ത്യ ഇൻഡിജിനസ്ലി ഡെവലപ്പ് ചെയ്തെടുക്കാൻ തുടങ്ങിയ റോക്കറ്റ് സീരീസുകളാണ് രോഹിണി സൗണ്ടിങ് റോക്കറ്റ് സീരീസ്. അത് 1975 മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. കറന്റ്ലി നമ്മൾ രോഹിണി സീരീസിൽപ്പെട്ട 3 വേരിയന്റുകളാണ് യൂസ് ചെയ്യുന്നത്. RH200, RH200, RH300 Mark II ആൻഡ് RH560 Mark II. ഇങ്ങനെ 3 സീരീസുകൾ, RH200, RH300 Mark II, RH560 Mark II. Okay, and these 3 variants together can carry payloads from 8 kilogram to 100 kilogram, and it can reach an altitude of 80 kilometer to 475 kilometer in the upper atmosphere. Okay, 80 മുതൽ 475 കിലോമീറ്റർ ദൂരം വരെ ട്രാവൽ ചെയ്യാനും 8 മുതൽ 100 കിലോഗ്രാം വരെ സയന്റിഫിക് പേലോഡുകൾ ക്യാരി ചെയ്യാനും കപ്പാസിറ്റി ഉള്ള 3 വേർഷൻസ് ആണ് രോഹിണി റോക്കറ്റുകളുടെ 3 വേർഷൻസ് ആണ് ഇന്ത്യ ഇപ്പോൾ നമ്മുടെ സൗണ്ടിങ് റോക്കറ്റ് സീരീസിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റോക്കറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത്രയുമാണ് നമുക്ക് ഈ ഒരു രോഹിണി റോക്കറ്റ് സീരീസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ സ്പേസ് പോർട്ട്, നമ്മൾ പറഞ്ഞത് നമ്മുടെ സെക്കൻഡറി സ്പേസ് പോർട്ട് ഇനാഗുറേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തു എന്നാണ് അല്ലേ. സോ സെക്കൻഡറി സ്പേസ് പോർട്ടിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മളുടെ പ്രൈമറി സ്പേസ് പോർട്ടിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ദ പ്രൈമറി സ്പേസ് പോർട്ട് ഓഫ് ഇന്ത്യ, ദ പ്രൈഡ് ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ, Sriharikota. The primary spaceport of India, not just of India, it is one among the lead centers of space research in the world itself. ലോകത്തെ ഏറ്റവും കൂടുതൽ ലോഞ്ചുകൾ നടക്കുന്ന പ്രധാനപ്പെട്ട സ്പേസ് പോർട്ടുകളിൽ ഒന്നുകൂടെയാണ് ഇത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, October 1971, 9th October 1971 സതീഷ് ധവാൻ സ്പേസ് സെന്ററിന് നമ്മൾ തുടക്കം കുറിക്കുന്നത്. എഗെയിൻ അവിടെ നിന്നും രോഹിണി 125 എന്ന് പറയുന്ന ഒരു ചെറിയ സൗണ്ടിങ് റോക്കറ്റ് ലോഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന് തുടക്കം കുറിക്കുന്നത്. ആ തുടക്ക കാലഘട്ടത്തിൽ ഇത് അറിയപ്പെട്ടിരുന്നത് ഷാർ എന്നായിരുന്നു, SHAR. ഓക്കെ, ശ്രീഹരിക്കോട്ട റേഞ്ച്. പിന്നീട് 2002 സെപ്റ്റംബറിലാണ് നമ്മുടെ ഫോർമർ ISRO ചെയർമാൻ ആയിരുന്ന ഡോക്ടർ സതീഷ് ധവാന്റെ പേരിലേക്ക് നമ്മൾ ഈ ഒരു സെന്ററിനെ മാറ്റുന്നത്. നൗ ഇറ്റ് ഈസ് നോൺ ആസ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ, അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ SDSC ഷാർ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട റേഞ്ച്, അതാണ് SDSC ഷാർ. ഓക്കെ, സോ 1975 സ്റ്റാർട്ട് ചെയ്യുന്നു. 2002 നമ്മൾ അതിനെ റീനെയിം ചെയ്ത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നാക്കി മാറ്റുന്നു. സോ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ലൊക്കേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഞാൻ തുടക്കത്തിൽ പറയുകയുണ്ടായി ആന്ധ്രാപ്രദേശിലാണ് എന്നുള്ളത്. ആക്ച്വലി ആന്ധ്രാപ്രദേശിൽ എന്ന് പറയുമ്പോൾ ആന്ധ്രാപ്രദേശിന്റെ തീരത്തുള്ള ഒരു ബാരിയർ ഐലൻഡ് ആണ് ശ്രീഹരിക്കോട്ട ഐലൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻലാൻഡ് ആന്ധ്രാപ്രദേശിനും ശ്രീഹരിക്കോട്ട ഐലൻഡിനും ഇടയ്ക്ക് പുളിക്കാട്ട് ലേക്ക് എന്ന് പറയുന്ന ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്ക് കടന്നു വേണം നമ്മൾ എങ്ങോട്ടെത്താൻ, ശ്രീഹരിക്കോട്ട ഐലൻഡിലേക്ക് എത്താൻ. സോ ബേസിക്കലി ഇറ്റ്സ് എ ബാരിയർ ഐലൻഡ്. ആ ബാരിയർ ഐലൻഡ് ആയിട്ടുള്ള ശ്രീഹരിക്കോട്ടയിലാണ് എന്ത് ഫംഗ്ഷൻ ചെയ്യുന്നത്, ഈ ഒരു ശ്രീഹരിക്കോട്ട നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവിടെ നമുക്ക് 2 ലോഞ്ച് പാഡുകളാണുള്ളത്. നിങ്ങൾ വീഡിയോസിലെല്ലാം കണ്ടു കാണും, റോക്കറ്റുകൾ അസംബിൾ ചെയ്ത് നിർത്തി ലോഞ്ച് ചെയ്യുന്ന സ്ഥലം. അങ്ങനെയുള്ള 2 ലോഞ്ച് പാഡുകൾ നമുക്ക് സതീഷ് ധവാൻ സ്പേസ് സെന്ററിലുണ്ട്. അതിൽ രണ്ടാമത്തെ ലോഞ്ച് പാഡ് 2005 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സെക്കൻഡ് ലോഞ്ച് പാഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു യൂണിവേഴ്സൽ ലോഞ്ച് പാഡ് ആണ്. ദാറ്റ് മീൻസ് എല്ലാ തരത്തിലുമുള്ള ലോഞ്ച് വെഹിക്കിൾസിനെ നമുക്ക് ഇവിടെ നിന്ന് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് PSLV, GSLV, SSLV എന്നിങ്ങനെ ഡിഫറെന്റ് വേരിയൻസ് ഓഫ് റോക്കറ്റ്സ് ഉണ്ട്. ആ എല്ലാ തരത്തിലുമുള്ള റോക്കറ്റ്സുകളെ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സൽ ലോഞ്ച് പാഡ് ആണ് 2005 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സെക്കൻഡ് ലോഞ്ച് പാഡ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു ഫെസിലിറ്റിക്ക് അകത്ത് തന്നെ 2 ലോഞ്ച് പാഡുകൾ ഉള്ളത് കൊണ്ടാണ് വിത്തിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഇന്ത്യ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചസ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ഒരു മാസത്തെ എല്ലാം ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റോക്കറ്റ് ലോഞ്ചസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സെന്റർ ആണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. അത് മാത്രമല്ല, വരാൻ പോകുന്ന ഇന്ത്യൻ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാം, നമ്മൾ പറയുന്ന ഗഗൻയാൻ മിഷൻ,
സിംപ്ലി ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്ന ഇന്ത്യൻ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാമിന്റെ മെയിൻ ബേസും എന്ത് തന്നെയായിരിക്കും? സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആയിരിക്കും. ആ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരിക്കും ഇന്ത്യൻ ആസ്ട്രോനോട്ട്സ് ഇന്ത്യൻ മെയ്ഡ് സ്പേസ് ഷട്ടിലിൽ എങ്ങോട്ട് പോകുന്നത്? ഔട്ടർ സ്പേസിലേക്ക് പോകുന്നുണ്ടായിരിക്കാം. സോ ആ ഒരു ഇന്ത്യൻ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാമിന്റെയും മെയിൻ സെന്റർ എന്ത് തന്നെയായിരിക്കും? സതീഷ് ധവാൻ സ്പേസ് സെന്റർ തന്നെയായിരിക്കും. ഓക്കെ, സോ നമ്മൾ പ്രൈമറി സ്പേസ് പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡറി സ്പേസ് പോർട്ടിനെ കുറിച്ച് പറയാൻ പോവാണ്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഇൻ ശ്രീഹരിക്കോട്ട, ഇനി വരാൻ പോകുന്ന കുലശേഖരപട്ടണം സ്പേസ് പോർട്ട് ഇൻ തമിഴ്നാട്. ഓക്കെ, സോ നമ്മൾ തെറ്റിദ്ധരിക്കരുത് നമുക്ക് ഈ ഒരു എക്സിസ്റ്റിംഗ് സ്പേസ് പോർട്ടും വരാൻ പോകുന്ന ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, നമുക്ക് 2 സ്പേസ് പോർട്ടുകൾ കൂടെ ഓൾറെഡി ഇന്ത്യയിൽ ഫംഗ്ഷനിങ് ആണ്. ഒന്ന് തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. ഓക്കെ, തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, അത് കേരളത്തിലെ തിരുവനന്തപുരത്താണ്. ബലാസോർ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, അത് ഒറീസയിലെ ബലാസോർ എന്ന് പറയുന്ന സ്ഥലത്താണ് ബലാസോർ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഇരിക്കുന്നത്. പക്ഷേ ഈ 2 റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് ഇത് രണ്ടും സൗണ്ടിങ് റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി മാത്രമുള്ള സെന്റേഴ്സ് ആണ്. ദേ ആർ ഡെഡിക്കേറ്റഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ സൗണ്ടിങ് റോക്കറ്റ്സ്. ബോത്ത് തുമ്പ ഇക്വിറ്റോറിയൽ ടേൾസ് ആൻഡ് BRLS ബാലസോർ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, ഇത് രണ്ടും സൗണ്ടിങ് റോക്കറ്റുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഓക്കെ, നമ്മൾ റോക്കറ്റ് ലോഞ്ചിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സ്ട്രാറ്റജിക് ലൊക്കേഷൻ പറയുന്നതിന് മുമ്പ് ലോകത്ത് നടക്കുന്ന റോക്കറ്റ് ലോഞ്ചിങ്ങുകളുടെ 2 കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അറിയേണ്ടതുണ്ട്. ഒന്ന്, ലോകത്തിലെ മോസ്റ്റ് ഓഫ് ദ റോക്കറ്റ്സ് ആർ ലോഞ്ച്ഡ് ഫ്രം നിയർ ദി ഇക്വേറ്റർ. ഒന്നുകിൽ ഇക്വേറ്ററിന് അടുത്ത് നിന്നോ അല്ലെങ്കിൽ അതിനടുത്ത് നിന്നോ ഉള്ള ഏരിയകളിൽ നിന്നാണ് മോസ്റ്റ് ഓഫ് ദി റോക്കറ്റ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, അതുപോലെ തന്നെ മജോറിറ്റി ഓഫ് ദി റോക്കറ്റ്സ് ആർ ലോഞ്ച്ഡ് ഫ്രം ഈസ്റ്റ് കോസ്റ്റ് ഓഫ് ദി കോണ്ടിനെന്റ്സിന്റെ ഈസ്റ്റ് കോസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ രാജ്യങ്ങളുടെ ഈസ്റ്റ് കോസ്റ്റിൽ നിന്നാണ് ബാക്കി റോക്കറ്റുകൾ എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് മജോറിറ്റി ഓഫ് ദ റോക്കറ്റ്സ് ആർ ലോഞ്ച്ഡ് ഫ്രം നിയർ ദി ഇക്വേറ്റർ. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എർത്തിനൊരു റൊട്ടേഷണൽ വെലോസിറ്റി ഉണ്ട്, അല്ലെ? ജോഗ്രഫിയിൽ നമ്മൾ പഠിക്കുന്നതാണ് റൊട്ടേഷണൽ വെലോസിറ്റിയെ കുറിച്ച്. എർത്തിന്റെ റൊട്ടേഷണൽ വെലോസിറ്റി മാക്സിമം ഇരിക്കുന്നത് ഇക്വേറ്ററിലാണ്. എർത്തിന്റെ റൊട്ടേഷണൽ വെലോസിറ്റി 0 ആണ് ഇവിടെ പോൾസിൽ. In equator, the rotational velocity of Earth is around 1600 km per hour. 1600 km per hour. So, we have a thing called law of inertia in physics. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മൂവിങ് ഒബ്ജക്റ്റിനകത്തിരിക്കുന്ന എല്ലാ ഒബ്ജക്ട്സിനും എന്ത് വെലോസിറ്റി ഉണ്ടായിരിക്കും? ആ മൂവിങ് ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ഉണ്ടായിരിക്കും. ഇതിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ സ്കൂൾസിൽ പഠിച്ചിട്ടുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിനകത്ത് 100 km/h സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിനകത്ത് ഇരിക്കുന്ന നമ്മൾക്കും ആ ബസ്സിന്റെ വെലോസിറ്റി ആയിട്ടുള്ള 100 km/h ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ബസ് സഡൻലി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുന്നിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ മുന്നിലേക്ക് പോകുന്നത് ഏത് വെലോസിറ്റിയിലായിരിക്കും? 100 km/h വെലോസിറ്റിയിലായിരിക്കും. ലൈക്ക് ദിസ്, എർത്തിന്റെ റൊട്ടേഷണൽ വെലോസിറ്റി അറ്റ് ഇക്വേറ്റർ 1600 km/h ആണ്. സോ അവിടെ വെച്ച് നമ്മൾ ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഇൻ അഡീഷൻ ടു ദ വെലോസിറ്റി പ്രൊവൈഡഡ് ബൈ ദ റോക്കറ്റ്, ആ റോക്കറ്റിന് എർത്ത് എത്ര വെലോസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും? ഒരു 1600 km/h വെലോസിറ്റി കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഈ ഒരു കമ്പൈൻഡ് വെലോസിറ്റി എന്ന് പറയുന്നത് ലോഞ്ച് പ്രോസസ് എന്താക്കി മാറ്റും? കുറച്ചുകൂടെ എളുപ്പമാക്കി മാറ്റും. സോ കമ്പയർഡ് ടു ശ്രീഹരിക്കോട്ട, എർത്തിന്റെ ഇക്വേറ്ററിനോട് വീണ്ടും അടുത്താണ്. അറൌണ്ട് ഒരു 10 ഡിഗ്രി അല്ലെങ്കിൽ 9 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലാണ് എന്തിരിക്കുന്നത്? കുലശേഖരപട്ടണം സ്പേസ് പോർട്ട് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ലോഞ്ച് പ്രോസസ്സ് കുറച്ചുകൂടെ ഈസി ആയിട്ട് മാറും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പ്രത്യേകത, ഈസ്റ്റ് കോസ്റ്റിൽ നിന്നാണ് നമ്മൾ മിക്കവാറും റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം നമുക്ക് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളുടെ കേസിൽ മാത്രമാണ് അപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 തരത്തിലുള്ള ഓർബിറ്റുകളാണ് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. പോളാർ ഓർബിറ്റും ജിയോ സ്റ്റേഷനറി ഓർബിറ്റും. ഓക്കെ, പോളാർ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 പോൾസിനെ, നോർത്ത് പോളിനെയും സൗത്ത് പോളിന്റെയും മുകളിലൂടെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഓർബിറ്റ് ആണ്. ഓക്കെ, സോ പോൾ ടു പോൾ ആയിരിക്കും സാറ്റലൈറ്റുകൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ അത് പാരലൽ ടു ഇക്വേറ്റർ ആയിരിക്കും. ഇക്വേറ്ററിന് പാരലൽ ആയിട്ട് ഒരു സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന ഓർബിറ്റ് ആണ് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ്
നമ്മൾ ഈസ്റ്റ് കോസ്റ്റിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും റോക്കറ്റ് എളുപ്പമായിട്ട് മാറുക. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈസ്റ്റ് കോസ്റ്റിൽ നിന്നാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? ഒരു ഈസ്റ്റ് വേർഡ് ഡയറക്ഷനിലായിരിക്കും ലോഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഇവിടെ നിന്ന് നമ്മളൊരു ഈസ്റ്റ് വേർഡ് ഡയറക്ഷനിൽ ഈ ഓർബിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ലോഞ്ച് ചെയ്യും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഈസ്റ്റേൺ മാർജിനിൽ എന്തായിരിക്കും? വാട്ടർ ബോഡീസ് ആയിരിക്കും, ഓഷ്യൻസോ വാട്ടർ ബോഡീസോ ആയിരിക്കും. സോ ഇൻ കേസ് ഓഫ് ഫെയിലിയർ, റോക്കറ്റ് ഫെയിൽ ആയി പോയാലും അതിന്റെ പാർട്സ് കത്തി എവിടെ വീഴില്ല? മെയിൻലാൻഡിൽ, ബിൽട്ടപ്പ് മെയിൻലാൻഡിൽ വീഴാതെ കടലിൽ വീഴുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ്റ്റ് കോസ്റ്റിൽ നിന്ന് റോക്കറ്റ്സ് ലോഞ്ച് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും, ഈ രണ്ട് ബെനിഫിറ്റുകളും നമുക്ക് ടിപ്പിക്കലി എവിടെ നിന്ന് അപ്ലിക്കബിൾ ആണ്? നമ്മുടെ കുലശേഖരപട്ടണം സ്പേസ് പോർട്ടിൽ നിന്ന് അപ്ലിക്കബിൾ ആണ്. ഒന്ന്, ജോഗ്രഫിക്കൽ പൊസിഷൻ ക്ലോസ് ടു ഇക്വേറ്റർ ഓഫ് ദി എർത്ത്. രണ്ട്, അത് ഈസ്റ്റ് കോസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഈസ്റ്റ് കോസ്റ്റ് ആണ്. വെസ്റ്റ് കോസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് കോസ്റ്റ് ആണ്. പെനിൻസുലാർ ഇന്ത്യയുടെ ആ ടിപ്പിലാണ് എന്ത് വരുന്നത്? നമ്മുടെ കുലശേഖരപട്ടണം സ്പേസ് പോർട്ട് വരുന്നത്. സോ ആ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലോഞ്ചസ് അവിടെ വെച്ച് നടത്താൻ പറ്റും. ഗ്രേറ്റർ ഫ്യൂവൽ സേവിങ് ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. എർത്തിന്റെ റൊട്ടേഷണൽ ബൂസ്റ്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫ്ലെക്സിബിലിറ്റി ഇതിന് നമ്മൾക്ക് നമ്മുടെ സാറ്റലൈറ്റ് മിഷൻസിന് ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ എക്സിസ്റ്റിംഗ് ലോഞ്ച് കപ്പാസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമുക്ക് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ 2 ലോഞ്ച് പാഡുകളുണ്ട്. അവിടെ നമുക്ക് മൾട്ടിപ്പിൾ ലോഞ്ചസ് ഷോർട്ട് പീരീഡിൽ ചെയ്യാൻ പറ്റും. ഇൻ അഡീഷൻ ടു ദാറ്റ്, കുലശേഖരപട്ടണം, ഇത്രയും ജോഗ്രഫിക്കൽ ബെനിഫിറ്റ് ഉള്ള കുലശേഖരപട്ടണം കൂടെ വരുന്ന സമയത്ത് ഇന്ത്യയിലെ നമ്പർ ഓഫ് ലോഞ്ചസ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ജോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് പറയുന്നത്. ഓക്കെ, സോ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് റീസണിലേക്ക് പോയി കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് എൻഹാൻസിങ് ലോഞ്ച് കേപ്പബിലിറ്റീസ്. അത് നമ്മൾ ബ്രീഫായിട്ട് ഒന്ന് പറയുകയുണ്ടായി. ഇപ്പൊ നമ്മളുടെ എല്ലാ സ്പേസ് ആക്ടിവിറ്റീസും സോൾലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിനെയാണ്. അതല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും സ്പേസ് പോർട്ടുകളെ, ഓവർസീസ് സ്പേസ് പോർട്ടുകളെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ആശ്രയിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഈ ഒരു സ്പേസ് പോർട്ട് കൂടെ വന്നു കഴിഞ്ഞാൽ, കുലശേഖരപട്ടണം സ്പേസ് പോർട്ട് കൂടെ വന്നു കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്പിൾ ലോഞ്ചസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ഈസ് അബൌട്ട് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഇന്ത്യയുടെ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റോക്കറ്റുകളിലെ ഏറ്റവും പുതിയ വേരിയന്റ് ആണ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. വി ഹാവ് PSLV, that is Polar Satellite Launch Vehicle, GSLV Mark II and SLV-3, Satellite Launch Vehicle 3. ഇങ്ങനെ 3 വലിയ ലോഞ്ച് വെഹിക്കിൾസ് നമ്മൾക്കുണ്ട്. ഇൻ അഡീഷൻ ടു ദാറ്റ്, നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ലോഞ്ച് വെഹിക്കിൾ ആണ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത്. പേരിൽ തന്നെയുണ്ട്, ചെറിയ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ്. ദാറ്റ് മീൻസ്, ഓക്കെ, 500 കിലോഗ്രാം വരെ ഭാരം, 500 കിലോമീറ്റർ വരെ ഉയരത്തിൽ എത്തിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ റോക്കറ്റുകളാണ് എന്ത്? സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത്. സോ 500 കിലോഗ്രാം വരെ ഭാരമുള്ള സാറ്റലൈറ്റുകളെ 500 കിലോഗ്രാം വരെ ഉയരത്തിലുള്ള ഓർബിറ്റുകളിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ചെറിയ റോക്കറ്റുകൾ, വെറും 2 മീറ്റർ ഡയമീറ്ററും 34 മീറ്റർ ലെങ്ത്തുമുള്ള ഒരു 3 സ്റ്റേജ് റോക്കറ്റ് ആണ് എന്ത്? സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് അറിയപ്പെടുന്ന SSLV. ഓക്കെ, മൈക്രോ, മിനി ആൻഡ് നാനോ കാറ്റഗറിയിൽപ്പെട്ട സാറ്റലൈറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുവഴി വളരെ പെട്ടെന്ന് ഔട്ടർ സ്പേസിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. 4 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് SSLVക്ക് വരുന്നത്. ഒന്ന്, ലോ കോസ്റ്റും ലോ ടേൺ അറൗണ്ട് ടൈമും. ആസ് പെർ ISRO ഒരു വീക്കിനകത്ത് അല്ലെങ്കിൽ മാക്സിമം 2 വീക്കിനകത്ത് വിത്തിൻ 10 to 14 ഡേയ്സ് ഒരു SSLV റോക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസംബിൾ ചെയ്യാൻ പറ്റും. അതും കമ്പയർഡ് ടു GSLV ഓർ PSLV അതിന്റെ 1/10 ഓഫ് ദ കോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ദ ലോ കോസ്റ്റ് ആൻഡ് ലോ ടേൺ അറൗണ്ട് ടൈം ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് SSLV. Then comes flexibility in accommodating multiple satellites. ഞാൻ തുടക്കത്തിൽ പറയുകയുണ്ടായി, സ്മോൾ, മൈക്രോ ആൻഡ് നാനോ കാറ്റഗറിയിൽപ്പെട്ട മൾട്ടിപ്പിൾ സാറ്റലൈറ്റ്സിനെ
ടോട്ടൽ 500 കിലോഗ്രാം വരെ നമുക്ക് മൾട്ടിപ്പിൾ സാറ്റലൈറ്റ്സിനെ ഒരു സ്മോൾ സാറ്റലൈറ്റ്, ഒരു സിംഗിൾ SSLV ഉപയോഗിച്ചിട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ സ്മോൾ, മൈക്രോ, നാനോ എന്ന് പറയുന്നത് വെയിറ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. നാനോ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ അപ് ടു 10 കിലോഗ്രാം വെയിങ് ആയിട്ടുള്ള സാറ്റലൈറ്റ് ആണ് നാനോ സാറ്റലൈറ്റ്. 10 to 100 കിലോഗ്രാം വരുന്ന സാറ്റലൈറ്റുകളാണ് മൈക്രോ സാറ്റലൈറ്റുകൾ. 100 to 500 കിലോഗ്രാം കാറ്റഗറിയിൽ വരുന്ന സാറ്റലൈറ്റുകളാണ് സ്മോൾ സാറ്റലൈറ്റുകൾ. സോ സ്മോൾ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ അപ് ടു 500 കിലോഗ്രാം, മൈക്രോ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ 10 to 100 കിലോഗ്രാം, ആൻഡ് നാനോ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ അപ് ടു 10 കിലോഗ്രാം ഓർ ലെസ് ദാൻ 10 കിലോഗ്രാം. ഇങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ഡിഫറെന്റ് സാറ്റലൈറ്റുകളെ നമുക്കൊരു സിംഗിൾ SSLV ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഔട്ടർ സ്പേസിലേക്ക് എത്തിക്കാം. ആൻഡ് ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ ഈസ്, വിത്ത് ദ ഡെവലപ്മെന്റ് ഓഫ് SSLV, India achieved the launch on demand capability. Launch on demand capability. So, what do you mean by launch on capability? Launch on demand capability. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഇന്ത്യ വിദേശ രാജ്യങ്ങളുടെ എല്ലാം സാറ്റലൈറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മിഷൻ പ്ലാൻ ചെയ്യും. ISRO ഒരു GSLV അല്ലെങ്കിൽ PSLV മിഷൻ പ്ലാൻ ചെയ്യും. അത് ആ ഒരു റോക്കറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യും, ഇന്ത്യയുടെ സാറ്റലൈറ്റ് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യും. ഈ ഓരോ റോക്കറ്റിനും ഒരു മാക്സിമം കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ അതിനെ പേ ലോഡ് കപ്പാസിറ്റി എന്നാണ് പറയുക. അപ്പൊ നമ്മൾ SSLVയുടെ കേസിൽ പറഞ്ഞു അപ് ടു 500 കിലോഗ്രാം ഇസ് ദി പേ ലോഡ് കപ്പാസിറ്റി ഓഫ് SSLV. ലൈക്ക് ദിസ്, നമുക്ക് GSLVക്കും PSLVക്കും എല്ലാം പേലോഡ് കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന സാറ്റലൈറ്റ് കഴിഞ്ഞ് എത്ര പേലോഡ് കൊണ്ടുപോകാൻ പറ്റുമോ അത് നമ്മൾ എന്ത് ചെയ്യും, മാർക്കറ്റ് ചെയ്യും. മറ്റു രാജ്യങ്ങളോടും ഏജൻസീസിനോടും നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് റോക്കറ്റ്സ്, നിങ്ങൾക്ക് സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യാനുണ്ടോ, ഞങ്ങൾ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ലോഞ്ച് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സമയത്ത് ബാക്കി സ്ഥലമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സാറ്റലൈറ്റുകളെ കൂടെ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ് നിലവിലുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ അത് മാറ്റി SSLV വരുന്നതോടുകൂടി ലോഞ്ച് ഓൺ ഡിമാൻഡ് കേപ്പബിലിറ്റി ഇന്ത്യ അക്വയർ ചെയ്യാൻ പോവാണ്. ദാറ്റ് മീൻസ് ഒരു ഏജൻസിക്ക് ഒരു സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്യണം. സോ ദേ വിൽ അപ്രോച്ച് ISROയോട് ചോദിക്കും, ഞങ്ങളുടെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത് തരണം. യെസ്, ISRO പറയും. ആൻഡ് വിത്തിൻ 2 weeks നമുക്ക് എന്ത് ചെയ്യാം, ഒരു SSLV റോക്കറ്റ് അസംബിൾ ചെയ്യാം, അവരുടെ സാറ്റലൈറ്റിനെ ഔട്ടർ സ്പേസിൽ ഓർബിറ്റിൽ എത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. And the final important point that you have to remember is, it requires minimum launch infrastructure requirements. വളരെ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്സ് മാത്രമേ SSLV റോക്കറ്റിന് ആവശ്യമുള്ളൂ. കാരണം അതിന്റെ സൈസ് വളരെ ചെറുതാണ് എന്നുള്ളതാണ്. അറൌണ്ട് 2 meter ഡയമീറ്റർ ആൻഡ് 30 meter ലെങ്ത്, ഇത്രയും മാത്രമേ SSLV വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ GSLVയുടെയും PSLVയുടെയും കേസിൽ കാണുന്നത് പോലെയുള്ള വലിയ ലോഞ്ച് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒന്നും എവിടെ ആവശ്യമില്ല, ഈ ഒരു SSLVയുടെ കേസിൽ ആവശ്യമില്ല. ഓക്കെ, ഇനി നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവും, ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ SSLVയുടെ കേസ് പറഞ്ഞത് എന്നുള്ളത്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, SSLV മിഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, നിലവിൽ 2 ഡെവലപ്മെന്റൽ ഫ്ലൈറ്റുകളാണ് SSLV നടത്തിയിട്ടുണ്ടായിരുന്നത്. SSLVയുടെ ആദ്യത്തെ മിഷൻ നടക്കുന്നത് 2022 ഓഗസ്റ്റിലാണ്. ഓക്കെ, SSLV D1 EOS-2 മിഷൻ. പക്ഷെ ആ മിഷൻ ഫെയിൽ ആയി പോയി. അതിനുശേഷം രണ്ടാമത് 2023 ഫെബ്രുവരിയിലാണ് SSLVയുടെ സെക്കൻഡ് മിഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, SSLV D2 EOS-07 മിഷൻ. ആ മിഷൻ സക്സസ് ആയി. അതിന്റെ ഭാഗമായിട്ട് 3 സാറ്റലൈറ്റുകളെ നമ്മൾ എന്ത് ചെയ്തു, ഔട്ടർ സ്പേസിൽ കൊണ്ടെത്തിച്ചു. EOS-07 എന്ന് പറയുന്ന ഇന്ത്യയുടെ UR Rao സാറ്റലൈറ്റ് സെന്ററിൽ നിർമ്മിച്ച ഒരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. അത് കഴിഞ്ഞാൽ ജാനസ് 1 എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സാറ്റലൈറ്റ്, ആസാദിസാറ്റ് 2 എന്ന് പറയുന്ന സ്പേസ് കിഡ്സ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിലെ ISRO പ്രൊമോട്ട് ചെയ്യുന്ന സ്കൂൾ കുട്ടികൾക്ക് സ്പേസ് ആക്ടിവിറ്റീസിൽ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ISRO പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് സ്പേസ് കിഡ്സ് ഇന്ത്യ. ആ സ്പേസ് കിഡ്സ് ഇന്ത്യയുടെ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ 750ഓളം വരുന്ന ഗേൾ സ്റ്റുഡൻസ് ചേർന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു നാനോ സാറ്റലൈറ്റ് ആണ് എന്ത്, ആസാദിസാറ്റ് 2 എന്ന് പറയുന്നത്. സോ ആസാദിസാറ്റ് 2 എന്ന് പറയുന്നത് ഒരു നാനോ സാറ്റലൈറ്റ് ആണ്. ജാനസ് 1 എന്ന് പറയുന്നത് ഒരു മൈക്രോ സാറ്റലൈറ്റ് ആണ്. EOS-7 എന്ന് പറയുന്നത് ഒരു സ്മോൾ സാറ്റലൈറ്റ് ആണ്. സോ ഈ 3 സാറ്റലൈറ്റുകളെ സക്സസ്ഫുള്ളി നമ്മുടെ സെക്കൻഡ് ഡെവലപ്മെന്റ് മിഷൻ ഓഫ് SSLV, ദാറ്റ് ഈസ് SSLV D2 മിഷൻ. D2 സ്റ്റാൻഡ്സ് ഫോർ ഡെവലപ്മെന്റൽ ഫ്ലൈറ്റ് 2 എന്ത് ചെയ്യുന്നു, ഔട്ടർ സ്പേസിലേക്ക് എത്തിക്കുന്നു. സോ SSLV D2 became the first SSLV to launch satellite
സക്സസ്ഫുള്ളി. സോ ഈ ഒരു 2 ഡെവലപ്മെന്റ് ഫ്ലൈറ്റുകൾ കഴിഞ്ഞതോടുകൂടി ഇനി നമ്മൾ പതുക്കെ എന്തിലേക്ക് കടക്കാൻ പോവാണ്? കൊമേഴ്ഷ്യൽ മിഷനിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷേ അങ്ങനെ കൊമേഴ്ഷ്യൽ മിഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളൊരു ഇഷ്യൂ അറിയേണ്ടതുണ്ട്. നിലവിൽ എങ്ങനെയാണ് നമ്മൾ പോളാർ മിഷൻസ് ഇന്ത്യയിൽ നിന്ന് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോഴാണ് എക്സാക്ട്ലി കുലശേഖര പട്ടണത്തിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവാൻ പോകുന്നത്. ഓക്കെ, ദിസ് ഇസ് ഇന്ത്യ, മെയിൻലാൻഡ് ഇന്ത്യ. നമ്മൾ പോളാർ മിഷൻസിന്റെ കേസാണ് പറയുന്നത്. പോളാർ ഓർബിറ്റിലേക്ക് സാറ്റലൈറ്റ്സിനെ ലോഞ്ച് ചെയ്യുന്ന കേസാണ് പറയുന്നത്. ദാറ്റ് മീൻസ് പോൾ ടു പോൾ ആയിരിക്കും നമ്മളുടെ എന്ത് വരുന്നുണ്ടായിരിക്കുക? ഓർബിറ്റുകൾ വരുന്നുണ്ടായിരിക്കുക. ലൈക്ക് ദിസ്, റൈറ്റ്? നമ്മുടെ ഭൂമിയുടെ മുകളിൽ 2 പോൾസിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇന്ത്യയുടെ മുകളിലൂടെയുള്ള ഒരു ഓർബിറ്റിലേക്കായിരിക്കും നമ്മൾ സാറ്റലൈറ്റ്സിനെ പ്ലേസ് ചെയ്യുക. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് ശ്രീഹരിക്കോട്ട. ഓക്കെ, സോ ശ്രീഹരിക്കോട്ടയുടെ മുകളിൽ നിന്ന് നമ്മൾ ഒരു PSLV റോക്കറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ആ PSLV റോക്കറ്റ് നേരെ മുകളിലേക്ക് പോയിട്ടല്ല ഈ പറയുന്ന ഇന്റൻഡഡ് ഓർബിറ്റിലേക്ക് എത്തുക. അതിന് പകരം അതൊരു ഈസ്റ്റ് വേർഡ് ഷിഫ്റ്റ് എടുത്ത് ഒരു ടേൺ എടുത്ത് എന്ത് ചെയ്യും? തിരിച്ച് ഇന്റൻഡഡ് ഓർബിറ്റിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എ ഡോഗ് ലെഗ് മാനൂവർ. വൈ? ബിക്കോസ് ഇവിടെ നമുക്ക് ശ്രീലങ്ക കിടപ്പുണ്ട്. ഓക്കെ, സോ നമ്മൾ ഡയറക്ട്ലി ഇതിനെ ഈ ഒരു ഇന്റൻഡഡ് ഓർബിറ്റിലേക്ക് നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻ കേസ് ഓഫ് എ ഫെയിലിയർ, ആ ഡിബ്രിസ് മൊത്തം എവിടെ വന്നിട്ടായിരിക്കും വീഴുന്നുണ്ടായിരിക്കുക? ശ്രീലങ്കയുടെ മുകളിൽ വന്നിട്ടായിരിക്കും വീഴുന്നുണ്ടായിരിക്കുക. സോ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ഡോഗ് ലെഗ് മാനൂവർ എടുത്ത് തിരിച്ച് വീണ്ടും ആ ഒരു ഒറിജിനൽ ട്രജക്ടറിയിലേക്ക് വരുന്നത്. ആൻഡ് ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് എനർജി. ഒരുപാട് എക്സ്ട്രാ ഫ്യൂല് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഡോഗ് ലെഗ് മാനൂവർ നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്കറിയാം, റോക്കറ്റ് ലോഞ്ചിങ്ങിന്റെ കേസിൽ ഏറ്റവും വലിയ കോസ്റ്റ് എന്ന് പറയുന്നത് അത് ലോഞ്ചിന് ഉപയോഗിക്കുന്ന ഫ്യൂവലാണ്. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരെ കുറിച്ചിട്ടാണ്? സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിനെ കുറിച്ചാണ്, അല്ലെ? ഓൾറെഡി ചെറിയ ലോഞ്ച് വെഹിക്കിൾ ആണ്. സോ ആ ഒരു ലോഞ്ച് വെഹിക്കിൾ ഇങ്ങനെ ഒരു ഡോഗ് ലെഗ് മാനൂവർ കൂടെ കണ്ടക്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഫ്യൂവൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി വരും. പക്ഷേ നമ്മുടെ പുതിയ സ്പേസ് പോർട്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അതിരിക്കുന്നത് എവിടെയാണ്? കുലശേഖര പട്ടണമാണ്. കുലശേഖര പട്ടണത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു പോളാർ ഓർബിറ്റിലേക്ക് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്തിന്റെ ആവശ്യം വരുന്നില്ല? ഇങ്ങനെ ഒരു ഡോഗ് ലെഗ് മാനൂവറിന്റെ ആവശ്യമില്ല. നേരെ ഈ ഒരു പോളാർ ഓർബിറ്റിലേക്ക് നമുക്ക് സാറ്റലൈറ്റുകളെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഈ ഒരു ഡോഗ് ലെഗ് മാനൂവർ ഒഴിവാക്കിക്കൊണ്ട് വളരെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സാറ്റലൈറ്റുകളെ ഇന്റൻഡഡ് ഓർബിറ്റിൽ പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് കുലശേഖര പട്ടണത്തിന്റെ അടുത്ത ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ അതിന്റെ ജിയോഗ്രഫിക്കൽ പ്രോക്സിമിറ്റി നൽകുന്ന ഇമ്പോർട്ടൻസ്, ക്ലോസ് ടു ഇക്വേറ്റർ പൊസിഷൻ നൽകുന്ന ഇമ്പോർട്ടൻസ്, അതാണ് ഒന്നാമത്തെ കാര്യം. 2, ഡോഗ് ലെഗ് മാനൂവർ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഡയറക്ട്ലി പോളാർ ഓർബിറ്റിലേക്ക് സാറ്റലൈറ്റുകളെ പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. സോ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് അപ്കമിങ് കുലശേഖര പട്ടണം സ്പേസ് പോർട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ സ്പേസ് ജേണിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ലോകത്തിലെ സ്പേസ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഡേ ബൈ ഡേ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിലൊരു ചെറിയ പെർസെൻറ്റേജ്, ടു ബി പ്രിസൈസ് അറൌണ്ട് 2 to 3% മാത്രമാണ് ആർക്ക് കിട്ടുന്നത്? ഇന്ത്യക്ക് കിട്ടുന്നത്. അതെന്തുകൊണ്ടാണ് അത്രയും കുറഞ്ഞു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ലോഞ്ച് ഓൺ ഡിമാൻഡ് കേപ്പബിലിറ്റി അറ്റ് പ്രസന്റ് ഇന്ത്യക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മളിപ്പോൾ ലോഞ്ച് ഓൺ ഡിമാൻഡ് അല്ല ചെയ്യുന്നത്. നമുക്ക് വെൻ അവൈലബിൾ ലോഞ്ചസ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ SSLV കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്യുകയും അതിന്റെ കൂടെ SSLVക്ക് ഡെഡിക്കേറ്റഡ് ആയിക്കൊണ്ട് കുലശേഖര പട്ടണം സ്പേസ് പോർട്ട് വരെയും കൂടെ ചെയ്യുന്ന സമയത്ത് ഇന്ത്യ ഒന്നുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു റോക്കറ്റ് ലോഞ്ചിങ് ഏജൻസി ആയിട്ട് മാറും നമ്മുടെ ISRO. സോ ആ ഒരു ഗ്രോയിങ് സ്പേസ് സെക്ടറിലെ എസ്പെഷ്യലി ഇപ്പോൾ നമുക്ക് വലിയ സാറ്റലൈറ്റുകളെക്കാൾ കൂടുതൽ സാറ്റലൈറ്റ്സ് വരുന്നത് നമ്മൾ പറഞ്ഞ ലെസ് ദാൻ 500 കിലോഗ്രാം കാറ്റഗറിയിലെ നാനോ, മൈക്രോ ആൻഡ് സ്മോൾ സാറ്റലൈറ്റ്സ് ആണ്. ബിക്കോസ് ഓഫ് ദ ഡെവലപ്മെന്റ്സ് ഇൻ ടെക്നോളജി ലൈക്ക് 3D പ്രിന്റിംഗ്, നാനോ ടെക്നോളജി, സാറ്റലൈറ്റുകളെല്ലാം വളരെ ഭാരം കുറഞ്ഞ ചെറിയ ചെറിയ സാറ്റലൈറ്റുകളായിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ആ ഒരു മാർക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെയും ഇന്ത്യയുടെയും ഡെവലപ്മെന്റിന് എന്തായിട്ട് മാറും? വലിയ ഒരു ഫോഴ്സ് ആയിട്ട് മാറും. ആൻഡ് ഒബ്വിയസ്ലി ഈ ഒരു ഏരിയയുടെ ഡെവലപ്മെന്റിന്
ഒരു കോസ്റ്റൽ ഏരിയ ആണ് കുലശേഖര പട്ടണം എന്ന് പറയുന്നത്. ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. ആ ഏരിയയുടെ ലോക്കൽ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസിനും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെന്റർ ആയിട്ട് എന്തിനെ മാറ്റാനാണ് ഇന്ത്യ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്? കുലശേഖര പട്ടണത്തിനെ മാറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ബെനിഫിറ്റുകളാണ് കുലശേഖര പട്ടണത്തിന് വരുന്നത്. ആ ബെനിഫിറ്റുകൾ ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ ഓർമ്മിച്ചു വെക്കുക. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്, പ്ലീസ് കമന്റ് ബിലോ, ആൻഡ് ഓൾസോ please do like, share and subscribe. Thank you.